8:55 വിമാനത്തിൽ മസ്കറ്റിലേക്ക് പോകാൻ വെളുപ്പിന് 5 മുമ്പ് കാറ് വിളിച്ചെത്തിയതാണ്. വിമാനത്താവളത്തിലെത്തി ബോർഡ് നിൽക്കുമ്പോൾ വിമാനം റദ്ദാക്കിയിരിക്കുന്നു. റദ്ദാക്കിയ വിവരം ഒരു മെസ്സേജ് പോലും അയച്ചില്ല. ഇങ്ങനെ യാത്രക്കാരെ വട്ടം കറക്കുന്ന ടീംസ് ആരാണെന്ന് പറയാതെ തന്നെ മനസ്സിലായല്ലോ, എയർ ഇന്ത്യ തന്നെ. രാജ്യം ഇന്നുവരെ കഠിനാധ്വാനം ചെയ്ത് പണിതുയർത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ചുളുവിലയ്ക്ക് മുതലാളിമാർക്ക് മറിച്ചു വിൽക്കുന്നതാണല്ലോ കഴിഞ്ഞ 10 വർഷമായി മോദിയുടെ ധനമന്ത്രിമാർക്ക് ആകെയുള്ള ജോലി. അങ്ങനെ മോദിയും സംഘവും ടാറ്റ മുതലാളിക്ക് വിറ്റതാണ് എയർ ഇന്ത്യ. കാര്യക്ഷമമായ സർവീസുകൾ, മികച്ച സേവനം, സാമ്പത്തിക ഭദ്രത എന്നിവ ഉറപ്പു നൽകിയാണ് ചുളുവിലയ്ക്ക് എയർ ഇന്ത്യ കൈമാറിയത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയുമോ? സ്ഥിരമായി വൈകുകയും അടിക്കടി മുടങ്ങുകയും ചെയ്യുന്ന സർവീസ്, പഴഞ്ചനിൽ പഴഞ്ചനായ സീറ്റുകളും സൗകര്യങ്ങളും. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ തൊഴിലാളികളുടെ കൂട്ട അവധി ഉണ്ടായിരിക്കുന്നത്. 3700-ലധികം യാത്രക്കാരാണ് ഇന്നലെ മാത്രം പെരുവഴിയിലായത്. എയർ ഇന്ത്യയുടെ ആസ്തി 45,000 കോടി രൂപയായിരുന്നപ്പോൾ വെറും 18,000 കോടി രൂപയ്ക്കാണ് ടാറ്റയ്ക്ക് വിറ്റത്. കടബാധ്യത സർക്കാർ ഏറ്റെടുക്കുന്നുവെന്ന പേരിൽ 15,300 കോടി രൂപ തട്ടിക്കിഴിച്ച ശേഷം പണമായി ലഭിച്ചത് 2,700 കോടി മാത്രം. എന്നിട്ടാണ് ഇപ്പോൾ ഈ അവസ്ഥ. കാര്യങ്ങളൊക്കെ മുതലാളിമാരെ ഏൽപ്പിച്ചു കൊടുത്താൽ തേനും പാലും ഒഴുകുമെന്ന് കാച്ചിയവരൊക്കെ ഇപ്പോൾ എവിടെയാണോ എന്തോ.